നെയ്ത്തു ഗ്രാമങ്ങളെ സംരക്ഷിക്കുമെന്ന് സർക്കാരുകൾ നിരന്തരമായി പ്രഖ്യാപനങ്ങൾ വരുത്താറുണ്ട്. എന്നാൽ അതൊന്നും നടപ്പിലാകില്ലെന്നാണ് കക്കോടിയിലെ ഈ നെയ്ത്തു ഫാക്ടറിയിൽ നിന്നും തൊഴിലാളികൾ ഒന്നടങ്കം പറയുന്നത്. അവരുടെ ദയനീയ അവസ്ഥ ഈ കെട്ടിടം തന്നെ പറയും. വൈകുന്നേരം 5:15 ഈ ബിൽഡിംഗ് വീണത്. അപ്പോൾ ഭാഗ്യത്തിന് തൊഴിലാളികളെല്ലാം കൂടെ പോയിരുന്നു ജോലി കഴിഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഒരു അപകടം ഇല്ലാണ്ടായി ആയത്. അല്ലെങ്കിൽ ആരെങ്കിലും അതിൻ്റെ ഉള്ളിൽ പെട്ടുപോയാൽ പ്രശ്നമാവുമായിരുന്നു. ഞങ്ങൾ ആ ബിൽഡിംഗ് വീഴുന്ന ഒരിക്കലും വിചാരിച്ചതല്ല. കുഴപ്പമില്ലാതെ ഇവിടേക്കാണെങ്കിൽ വിട്ട് നിൽക്കുന്നുണ്ട്, ബിൽഡിങ്ങിൻ്റെ ഓടൊക്കെ മാറിയിട്ട്. പക്ഷെ അവിടെയാണെങ്കിൽ മേൽക്കൂരയൊക്കെ നല്ലപോലെ നിൽക്കുന്നതാണ് കണ്ടത്. ഞാൻ ക്വാളിറ്റി കൺട്രോൾ ഇൻസ്പെക്ടറായിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇവിടെ ചെക്ക് ചെയ്യാൻ വരുന്നതാണ് ക്ലോത്ത്. ഞാൻ പോകുന്ന സൊസൈറ്റികളിൽ ഏറ്റവും പരിതാപകരമായിട്ട് സൊസൈറ്റി ഇതാണ്. ഇവിടെയാണ് ഇങ്ങനെ ബിൽഡിംഗ് വീണതൊക്കെ. വ്യൂവേഴ്സൊക്കെ നല്ലോണം നെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ ഇവിടുത്തെ സൊസൈറ്റീൻ്റെ ഈ അവസ്ഥേനെ കൊണ്ട് ഇവർക്ക് നെയ്യാൻ പറ്റുന്നില്ല. ഇവരാണെങ്കിൽ വെള്ളത്തിൽ നിന്നിട്ടാണ് നെയ്യുന്നത്. 1963 ഈ ബിൽഡിംഗ് ഉണ്ടാക്കിയത്. സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തത് അപ്പോഴാണ്. അന്നൊക്കെ 180ഓളം തൊഴിലാളികൾ ഇവിടെ വർക്ക് ചെയ്തിരുന്നു. നല്ല ആനുകൂല്യങ്ങളും ഉണ്ടായിരുന്നു. 25% വരെ ബോണസ്, അങ്ങനെയുള്ള ആനുകൂല്യങ്ങളൊക്കെ കൊടുത്തിട്ടായിരുന്നു. അന്ന് സർക്കാർ ജോലിൻ്റെ തുല്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾ ഇവർക്ക് എല്ലാവർക്കും കിട്ടിയിരുന്നു. ഇവിടെ ജോലി എടുക്കണമെങ്കിൽ റെക്കമെൻഡേഷൻ വേണ്ടിയിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു ആളെ എടുത്തിരുന്നത്, തൊഴിലാളികളെ തന്നെ. അപ്പോൾ അത്രയും നല്ല രീതിയിൽ പ്രവർത്തിച്ച സ്ഥാപനമായിരുന്നു. പിന്നെ ഇതിങ്ങനെ ക്ഷയിച്ച് ഈ സ്ഥിതിയിലായതാണ്. ഇവിടെ ഇപ്പോൾ 8 മാസത്തോളമായി കൂലി കിട്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ ഫ്രീ സ്കൂൾ യൂണിഫോം പദ്ധതിയിൽ ആണ് ഈ തൊഴിലാളികൾ യൂണിഫോം നെയ്ത്താണ് നടത്തുന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുള്ള പെൻഡിങ് ആണ്. അത് കഴിഞ്ഞാലും പിന്നെ ഇപ്പോൾ ഇതുവരെ വന്നിട്ടുമില്ല. അങ്ങനെ 8 മാസമായിട്ടുണ്ട് കൂലിയൊക്കെ കിട്ടിയിട്ട്. കൂലി വൈകുമ്പം PF ഒക്കെ ആണെങ്കിൽ പിറ്റേത്തെ മാസം 15 ആകുമ്പോഴത്തേക്കും അടയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവരെ PF വിഹിതമാണെങ്കിൽ പിന്നെ ഫൈനായിട്ടാണ് അടയ്ക്കേണ്ടി വരുന്നത്. അപ്പോൾ അതൊക്കെ സ്ഥാപനത്തിന് താങ്ങാൻ പറ്റുന്നതിൽ അധികമാണ്. അപ്പോൾ പെൻഷൻ കിട്ടൂല, അടയ്ക്കാൻ സമയത്തിന് പറ്റൂല. അപ്പോൾ PF നിന്ന് നോട്ടീസ് വരും, ഫൈൻ അടക്കമുള്ളത്. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. 5-8 മാസമായി കൂലി കിട്ടിയിട്ട് എല്ലാവർക്കും പണിക്ക് വരാൻ താല്പര്യമാണ്. പക്ഷേ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടാണ്. ഫുള്ള് വെള്ളമാണ്. മഴ പെയ്താൽ വെള്ളമുണ്ട്. PF അടച്ചിട്ടില്ല കൂലി കിട്ടായിട്ട്. എല്ലാവരും ഒന്നാമത്തേത് ഓണം കൂടി കാത്തു നിൽക്കുകയാണ് കൂലി കിട്ടാൻ വേണ്ടിയിട്ട്. ഓണത്തിനെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് എല്ലാവർക്കും. എൻ്റെ അച്ഛനൊക്കെ എവിടെയായിരുന്നു വർക്ക് ചെയ്തത്. അങ്ങനെയാണ് ഞങ്ങൾ മക്കളെയൊക്കെ വളർത്തിയെടുത്തത്. ഇപ്പോൾ ഞങ്ങൾ കുറച്ച് ആളുകൾ, ഇപ്പം 10-30 ആളുകൾ ഇവിടെ ജോലിക്കുള്ളൂ. പക്ഷേ അവരെ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണിപ്പോൾ. ഇപ്പോൾ ഞങ്ങൾ ഈ ചൂടുള്ള ഒരു ഷെഡിലാണിപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വല്ലാത്ത ബുദ്ധിമുട്ടാണ് ചൂട് കാലത്തൊക്കെ. എങ്കിലും ഞങ്ങൾക്കൊരു ഫണ്ടൊക്കെ പെട്ടെന്ന് കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് രക്ഷപ്പെടാം. പിന്നെ ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ എല്ലാവർക്കും ഇവിടെ വന്ന് താല്പര്യമുണ്ട്. പക്ഷേ ചെയ്യാൻ പല ബുദ്ധിമുട്ടുകളാണിപ്പോൾ. അവിടെ നടന്നു വരുന്ന വഴിയിൽ കെട്ടി നിൽക്കുന്ന വെള്ളം ചവിട്ടി വേണം അങ്ങോട്ട് കയറി വരാൻ. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് സഹിച്ചാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെയാണെന്ന് വെച്ചാൽ അവിടെ വെള്ളം നിൽക്കുകയാണ്. അങ്ങനെയൊക്കെയുള്ളൊരവസ്ഥയാണ്. പിന്നെ ഞങ്ങൾക്കൊരു സഹായം കിട്ടിയാൽ അതൊരു ഉപകാരമായിരുന്നു. ഞാൻ കുറേ ദൂരേന്ന് വരുന്ന ഒരാളാണ്. നന്നായിട്ട് പോയ കമ്പനിയാണ്. ആഴ്ചയിലൊക്കെ കൂലിയൊക്കെ വാങ്ങി വീട്ടിലൊക്കെ നല്ല ഇതെല്ലാം പോയത്. അപ്പോൾ ഒന്നും കിട്ടുന്നില്ല, പൈസയൊന്നും. ചോർന്നൊക്കെ ഒലിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടാണ് ഇവിടെ പണിയെടുക്കാനേ. അന്ന് നല്ലോണം പണിയൊക്കെ എടുത്ത് നല്ലോണം കൂലിയൊക്കെ വാങ്ങി. അന്ന് ഇവിടെ നല്ല പണി ഉണ്ടായിനി എല്ലാവർക്കും. കമ്പനി പണിയേനി. ഇപ്പം കുട്ടികളെ യൂണിഫോം നെയ്യലാണ്. 10-25 ആളേ ഉള്ളൂ ഇപ്പോൾ. അന്ന് 100-150 ആളുണ്ട്. ബോൺസും എല്ലാം ഉണ്ടായിനി. ഇപ്പോഴൊന്നുമില്ല. പെൻഷനായിട്ട് 4 വർഷമായി. ഇതുവരെ പെൻഷൻ കിട്ടിയിട്ടില്ല. അടവടയ്ക്കാത്തത് കാരണമാണ് പെൻഷൻ കിട്ടാത്തത്. പിന്നെ കൂലി 8 മാസമായി കൂലിയും കിട്ടിയിട്ട്. ഈ വിധവാ പെൻഷൻ കാരണമാണ് ഇപ്പം എങ്ങനെയെങ്കിലും ജീവിക്കുന്നത്. 2 പെൺമക്കളാണ്, ഭർത്താവില്ല. അങ്ങനെയൊക്കെയോ ആ വെള്ളത്തിൽ കൂടിയും കാലിനാണ് വയ്യ. വെരിക്കോസ് കാരണം പണിയെടുക്കാനും വയ്യ. എങ്ങനെയെങ്കിലും ഇവിടെ വന്ന് പണിയെടുക്കുന്നു. സർക്കാരിന്റെ സൗജന്യ യൂണിഫോം നെയ്ത് നൽകുന്ന കക്കോടിയിലെ നെയ്ത്തു ഫാക്ടറിയുടെ ദുരവസ്ഥയാണിത്. 8 മാസമായി ശമ്പളമില്ല. ഒപ്പം തന്നെ ഏത് സമയം തലയിൽ വീഴാവുന്ന ഒരു കെട്ടിടത്തിലാണ് ഇവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനൊരു പരിഹാരം കാണാൻ അധികൃതർ ഉടൻ നടപടിയെടുക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്.
സജി തറയിലിനോടൊപ്പം രേഷ്മ സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കോഴിക്കോട്.